സ്മിറ്റൻ ഹോളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്മിറ്റൻ്റെ കവർ വന്നുകൊണ്ട് പൊട്ടിക്കാനുള്ള ഭയങ്കര ധൃതിയായി വേഗം പൊട്ടിച്ചു. ആദ്യം തന്നെ എടുത്തത് എൻകഫിൻ്റെ ബോഡി ബട്ടർ ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി കമ്പയർഡ് ടു അതേഴ്സ്. നല്ല പാക്കേജിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ എടുത്തത് റെന്നയുടെ പ്രൈമർ ആയിരുന്നു. പ്രൈമർ കൊള്ളാം, പക്ഷേ അതിനകത്ത് പ്രോഡക്റ്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പാതിയേ ഉണ്ടാവും. ആകെ ചെറിയൊരു ബോട്ടിലാണ്, അപ്പോൾ അതിൻ്റെ പാതിയേ ഉണ്ടായിരുന്നുള്ളൂ പ്രൈമർ. അത് കഴിഞ്ഞ് തന്നെ പ്ലമ്മിൻ്റെ ഗെയിമിംഗ് നോക്കാന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഷെയ്ഡ് സൂപ്പർ ആയിട്ടുണ്ട്, പക്ഷേ കാണുന്ന അത്രയും ക്വാണ്ടിറ്റി ഇല്ല. സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്, ഷെയ്ഡ് നമ്പർ 3. അത്യാവശ്യം നല്ല ഷെയ്ഡാണ്, കൺസിസ്റ്റൻസി ഒക്കെ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്ലമ്മിൻ്റെ ബോഡി ബട്ടർ, ഇതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നി. അതേപോലെ പ്ലമ്മിൻ്റെ ടോണർ, പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ കൂടുതലും വാങ്ങിയത്. ടോണർ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ബോഡി വാഷാണ്. അത് ഭയങ്കര ചെറുതായിപ്പോയി. ക്യൂട്ടായിട്ടുള്ള ബോഡി ലോഷനും കിട്ടി. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.